ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാ കോഴി വളർത്തുന്ന ആൾക്കാരും പറയുന്നൊരു സംഭവമാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കോഴികൾ മുട്ടയിടൽ കുറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞങ്ങളടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കോഴികൾ മുട്ടോൽപാദനം കുറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പൊതുവേ നമുക്കറിയാമല്ലോ അല്ലേ, നമ്മൾ കോഴി ഫാം നടത്തുന്ന ആളുകൾക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളാണ്. ഒന്നാമത് ഭയങ്കരമായ ബുദ്ധിമുട്ട് നമുക്ക് അസുഖം, പിന്നെ ഈ കൂടിൻ്റെ പ്രശ്നങ്ങൾ, നനവ്, ഇതേപോലെ പുറത്തേക്കൊന്ന് വിടുന്ന കോഴികളാണെങ്കിൽ വിടാൻ പറ്റില്ല. അപ്പം അങ്ങനെ കോഴികൾ കൂട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ചെളിയും വെള്ളവും അതും ഇതുമൊക്കെ ആയിട്ട് എന്തുകൊണ്ടും നമുക്ക് മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളെ കോഴികളൊക്കെ ഒന്നടങ്കം ചത്തു പോകാനും എല്ലാ പകർച്ചവ്യാധി, ബാക്ടീരിയകൾ, അങ്ങനത്തെ എല്ലാ വക വൈറസ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഈ മഴക്കാലം. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നല്ല ശ്രദ്ധിക്കണം. നമുക്ക് ചൂടുകാലമായി കഴിഞ്ഞാൽ ഇത് വെറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. അതിപ്പോൾ എന്തായാലും നമ്മളൊന്ന് കൂടിൻ്റെ അവിടെയൊക്കെ നനച്ചിട്ട് കൊടുക്കുകയും നന്നായിട്ടൊന്ന് ഫാനും കാറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും വേനൽക്കാലം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാം. പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരിക മഴക്കാലത്താണ്. അപ്പോൾ മഴക്കാലത്ത് എന്താണ് മുട്ട കുറയുന്നത് എന്നുള്ളതിനുള്ള പരിഹാരം ഞാൻ ചെയ്യാറുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മഴക്കാലമായി കഴിഞ്ഞാൽ കോഴികൾ പൊതുവേ തീറ്റ തിന്നൽ കുറയും. അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അവരെപ്പോഴും ഇങ്ങനെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുകയേ ചെയ്യുള്ളൂ. തീറ്റ വേനൽക്കാലത്തെ പോലെ തീറ്റ തിന്നൽ കുറയും. അത്ര തന്നെ തീറ്റ അവർ തിന്നില്ല. അപ്പോൾ മഴക്കാലത്ത് തീറ്റ കുറയാൻ എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് കാലാവസ്ഥ തണുപ്പും ഈർപ്പവും അതേപോലെ ഒക്കെ ഉള്ള കാരണം കൊണ്ട് കോഴികൾ തീറ്റ തിന്നൽ കുറയുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി പോഷകങ്ങളുടെ കുറവ് വരും. പോഷകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ടോൽപാദനം കുറയും. അപ്പോൾ നമ്മൾ തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഫീഡപ്പിസ്റ്റ് ഉണ്ടല്ലോ, ആ ഫീഡപ്പിസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ തീറ്റയിൽ മിക്സ് ആക്കിയിട്ടോ നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾ നന്നായിട്ട് തീറ്റ എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യാറ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഫീഡപ്പിസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ പൊതുവേ തിന്നാത്ത കാരണം കൊണ്ടാണ് മുട്ടയിൽ കുറയും. അപ്പോൾ അതിനെന്താ വെച്ചാൽ, നമ്മൾ നല്ല മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ നല്ല പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല ഗുണമേന്മയുള്ള ലെയർ പെല്ലറ്റോ ലെയർ മാഷോ നമ്മൾ കൊടുക്കുക. അതേപോലെ തീറ്റ നനയാതെ കോഴികൾക്ക് കൊടുക്കുക. അതേപോലെ 2-3 ആഴ്ച കൂടുമ്പോൾ വിറ്റാമിൻ സപ്ലിമെൻറ്റും കൊടുക്കുക. ഈ മഴക്കാലത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം, അല്ലെങ്കിലും കൊടുക്കണം കേട്ടോ. പക്ഷേ മഴക്കാലത്ത് ഒന്നും കൂടിയും കൊടുക്കണം. കാരണം അവർക്ക് ഈ ഈർപ്പായ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെയല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തണുപ്പായിട്ട് നമ്മൾ കൂനിക്കൂടി കഴിക്കലാണല്ലോ. അപ്പോൾ തീറ്റയുടെ കുറവുകൊണ്ടുണ്ടാവും. അതിന് നിങ്ങൾ ഇതൊക്കെ കൂടി ചെയ്താൽ മതി കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ കുറവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 മുതൽ 16 മണിക്കൂർ വരെ കോഴികൾക്ക് സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് അവർക്ക് മുട്ടോൽപാദനം ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ മുട്ടോൽപാദനം, വെളിച്ചം നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. അപ്പോൾ മുട്ടോൽപാദനം കുറയാനൊരു കാരണം എന്താവും, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം, വെയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മുട്ടോൽപാദനം കുറയും. അപ്പോൾ ഞാൻ എന്താ കൂട്ടിൽ ചെയ്യാറ് വെച്ചാൽ, ഞാൻ ബൾബ് ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ കൂട്ടുന്ന ഞാൻ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുന്ന വിടാറില്ല കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്ത സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂട്ടുന്ന പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ മഴ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഫുൾ ടൈം ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കും. അതാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് LED ബൾബ് ഇട്ടിട്ട് നമ്മൾ കോഴികൾക്ക് അധിക വെളിച്ചം കൊടുക്കാൻ നോക്കുക. അതേപോലെ പുറത്ത് വിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴിനെ വെയിലുണ്ടാകുന്ന സമയത്ത്, മഴ ഇല്ലാത്ത സമയത്ത് കോഴിനെ ഇതേപോലെ ഒന്ന് പുറത്ത് വിട്ടിട്ട് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂട്ടിനുള്ളിലെ ഈർപ്പം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നനഞ്ഞ ലിറ്റർ അതേപോലെ അന്തരീക്ഷം, ഈർപ്പമുള്ള അന്തരീക്ഷമൊക്കെ കോഴികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കും. എന്തായാലും നമുക്ക് അങ്ങനെയല്ലേ, നനഞ്ഞോടത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലിറ്റർ വിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അവിടെ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, നമ്മളിങ്ങനെ കോഴികൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുക്കോൽ ഇങ്ങനെ പാകി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവർക്ക് കയറി നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നനവിൽ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ലിറ്റർ വിരിച്ചവരാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കൊന്ന് പിന്നെ ഇതാക്കിയിട്ട് ഉണക്കി കൊടുക്കുക, അല്ലെങ്കിൽ നനഞ്ഞ ലിറ്ററാണെങ്കിൽ ഞങ്ങളൊന്ന് മാറ്റി കൊടുക്കുക. അതേപോലെ വായുസഞ്ചാരം ഉറപ്പാക്കുക. അതേപോലെ മഴവെള്ളം കൂട്ടിൽ കയറുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് കുറയും. പിന്നെ അപ്പോൾ മുട്ടോൽപാദനം കൂടാനും തുടങ്ങും. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗങ്ങളെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമുണ്ട്, പറയാനും കിട്ടണില്ല. അതെന്താണെന്ന് വെച്ചാൽ രക്താതിസാരം.
അതിനാണത് പറയുക. പിന്നെ ശ്വാസകോശ രോഗങ്ങളും വരും. എന്താണെന്ന് വെച്ചാൽ ശ്വാസം മുട്ടലും തുമ്മലും അതേപോലെ ഒക്കെ. പിന്നെ എത്രയും പെട്ടെന്ന് നല്ല മഴക്കാലത്ത് നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ വാക്സിനേഷൻ കൊടുക്കുന്നവരാണെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുക. അതേപോലെ മരുന്ന് എല്ലാ 3 മാസം കൂടുമ്പോൾ നിങ്ങൾ മരുന്ന് കൊടുക്കുക. അതേപോലെ ഈ രക്താതിസാരം എന്ന് പറഞ്ഞാൽ കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞാലും അവരുടെ വയറ്റിൽ നിന്ന് കാഷ്ടത്തിലൂടെ ബ്ലഡ് പോണതാണ് ഈ രക്താതിസാരം. അതിന് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പോൾ ഇതേപോലത്തെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ കോഴികളെ മാറ്റിയിടുക, അതേപോലെ മരുന്നുകൾ കൊടുക്കുക ഒക്കെ ചെയ്യുക. പിന്നെ 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശുദ്ധജലം. മഴക്കാലത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കണ കാരണം കൊണ്ട് കോഴികൾ ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഇതിലൊക്കെ പോയി കുടിക്കും. അപ്പോൾ ബാക്ടീരിയകൾ കയറും, വൈറസ് കയറും. അതുകൊണ്ട് കോഴികൾക്ക് ഇത് വരും. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം എപ്പോഴും നല്ല ശുദ്ധജലം. ഇനി കൂട്ടിലാണെങ്കിൽ അവർ ആ കൂട്ടിൽ നിന്ന് അങ്ങോട്ട് പാറിയിട്ടും ഇങ്ങോട്ട് പാറിയിട്ടൊക്കെ ആയിട്ട് ലിറ്ററായിട്ടും അതിൽ കയറി നിന്നിട്ടൊക്കെ ആയിട്ട് അവർ ആ വെള്ളം നാശാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഡെയിലി വെള്ളം മാറ്റുക. അതേപോലെ മാറ്റുന്ന സമയത്ത് നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ ഇത് പാത്രം വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രം കോഴിക്ക് വെള്ളം കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമോ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമോ ശർക്കര വെള്ളമോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ വിറ്റാമിൻസിൻ്റെ വെള്ളങ്ങൾ അതേപോലെ ഒക്കെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് മുട്ടൽപ്പാദനം കുറയണം. മഴക്കാലത്ത് മുട്ടൽപ്പാദനം കുറയുമ്പോൾ പറയും മഴക്കാലമായാൽ മുട്ട ഇടണില്ല എന്ന് പറയും. അത് സാധാരണ ആണെങ്കിലും ഇതേപോലെ ശുദ്ധജലം, നല്ല തീറ്റ, നല്ല വെളിച്ചം, രോഗപ്രതിരോധം അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ ഈ പച്ചില മരുന്നുകളൊക്കെ നമ്മളുടെ പനിക്കൂർക്കയും തുളസിയും അങ്ങനത്തെയൊക്കെ നമ്മൾ അരച്ചിട്ട് കോഴികൾക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ കോഴികൾക്ക് എപ്പോഴും ഇങ്ങനെ ഇമ്മ്യൂണിറ്റി പവറുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മുട്ടൽപ്പാദനം നന്നായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ പൂപ്പലുള്ള തീറ്റയൊന്നും കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ നനച്ച തീറ്റയൊന്നും മഴക്കാലത്ത് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം പിറ്റേ ദിവസത്തേക്ക് അത് പൂപ്പൽ വരും. പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കോഴികൾക്കത് ബാധിക്കും. അപ്പോൾ ഈ ലെയർ മാഷാണെങ്കിൽ ലെയർ പെല്ലറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ നനക്കാതെ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡ്രൈ ആയിട്ടുള്ള തീറ്റ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അതേപോലെ നനച്ച തീറ്റയെ കൂടെ നമ്മളിപ്പോൾ ചോറിന് വേറെ വല്ല ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നമ്മളുടെ ഈ തീറ്റയും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി ചിലപ്പോൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കാരണം ഡ്രൈ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പൂപ്പൽ ബാധ വരാതെ നോക്കുക. പിന്നെ അതേപോലെ കണ്ണിൽ പീള കെട്ടുക, അതേപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്ന് പറയുന്ന മെസ്സേജ് അയക്കേണ്ട ഓരോരുത്തർ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിപ്ലാക്സ് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡ്രോപ്സ് കിട്ടും. അത് നമ്മൾ മനുഷ്യന്മാരെ കണ്ണിൽ ഒറ്റിക്കണ മരുന്ന് തന്നെയാണ്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോഴികളെ നല്ല നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് കോഴിയുടെ കണ്ണൊന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതില്ലേ നമ്മൾ ബോറിക് ആസിഡ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊണ്ട് കണ്ണൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ആ സിപ്ലാക്സ് എന്ന് പറഞ്ഞ മരുന്ന് 2 കണ്ണിൽ ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൽ പത കെട്ടുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ എന്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ നാടൻ മരുന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാതിരിക്കുക. അതേപോലെ പൂപ്പലുള്ള തീറ്റ കൊടുക്കാതിരിക്കുക. അങ്ങനെ പിന്നെ മെയിനായിട്ട് സൂര്യപ്രകാശം നമുക്ക് മഴക്കാലത്ത് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ വെയിലുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴികളെ പുറത്തേക്ക് വിട്ടിട്ട് വെയിൽ തന്നെ കിട്ടാൻ വേണ്ടി നോക്കുക. അല്ല നമ്മൾ മഴക്കാലം എല്ലാം കൊണ്ട് പിടിച്ച മഴയൊക്കെ ആണെങ്കിൽ ഞാനൊന്നും വിടാറില്ല കേട്ടോ. എന്താ വെച്ചാൽ മഴ കൊണ്ടിട്ട് ഇനി തുമ്മലും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോഴികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ വിടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കൂട്ടിൽ ലൈറ്റ് ഇട്ട് വെക്കും. രാത്രി ഇട്ട് വെക്കാറില്ല കേട്ടോ. പകൽ രാവിലെ മുതൽ ഞാൻ വൈകുന്നേരം വരെ ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. കാരണം അവർക്ക് സൂര്യപ്രകാശം നിർബന്ധമാണ്, മുട്ടോൽപാദനത്തിന് നിർബന്ധം. പിന്നെ നല്ല ഊർജ്ജമുള്ള തീറ്റകൾ തിന്നാൻ കൊടുക്കുക. ലെയർ മഷാണെങ്കിലും ലെയർ പെല്ലറ്റാണെങ്കിലും കൊടുക്കുക. അതേപോലെ ഇടയ്ക്ക് സ്റ്റാർട്ടർ കൊടുക്കുക, ഇടയ്ക്ക് ഗ്രോവർ കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് മുട്ടയിടുന്ന കോഴികൾക്കാണെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ അതേപോലെ ഇപ്പോൾ ഞാൻ പുല്ല് കൊടുത്തിട്ട് കാണില്ല. ഇപ്പോൾ ഈ മഴക്കാലമായ കാരണം കൊണ്ട് ധാരാളം പുല്ലുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇന്ന പുല്ലെന്നൊന്നുമില്ല, നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്തും അരിഞ്ഞിട്ട് അവർക്ക് തിന്നാൻ വേണ്ടി കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ളത് അവർ കുത്തി തിന്നും, ബാക്കി അവർക്ക് നമുക്ക് പല തെങ്ങിൻ്റെ ഇടക്കൊക്കെ കൊണ്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുക. മഴക്കാലമായി കഴിഞ്ഞാൽ കെയറിങ് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കെയർ ചെയ്തിട്ട് നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് മുട്ടോൽപാദനം വേനൽക്കാലത്ത് കിട്ടുന്നത് പോലെ തന്നെ മഴക്കാലത്തും കിട്ടും. അതേപോലെ മഴക്കാലത്ത് അട വെക്കുമ്പോൾ നാളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കോഴിക്കും അട വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഇടി വെട്ടുന്ന സമയത്തൊന്നും അതിൽ ഇടി കൊള്ളൂല എന്നാണ് പറയുക കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ മൊത്തം വിരിയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ മുട്ടോൽപാദനം എന്തുകൊണ്ടാണ് കുറയുന്നത് മഴക്കാലത്ത് നിന്ന്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തുള്ള മുട്ടോൽപാദനം കുറയില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.